ഹലോ നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓസ്ട്രേലിയയിൽ എത്തുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ആദ്യമായി എത്തുന്ന ഒരാൾ എങ്ങനെ സിം ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അമേസിമ്മിൻ്റെ സിം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഏത് സിമ്മും ഒരേ പ്രോസസ്സാണ്, എന്നാൽ ഈ വീഡിയോ പലർക്കും ഒരു ഗൈഡൻസ് ആണ്. എന്തുകൊണ്ട് അമേസിം സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ കസിന് മോള് ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആൾക്ക് സിം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആലോചിച്ചു എന്തുകൊണ്ട് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൂടാ, എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും. അമേസിം എടുത്തത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പാക്കേജ് തരുന്നുണ്ട്. എസ്പെഷ്യലി സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ അങ്ങനെ നല്ല നെറ്റ്വർക്ക് ഉള്ളിടത്തൊക്കെ കിട്ടുന്നുണ്ട്. അമേസിം ഒപ്റ്റസ് പവർ ചെയ്യുന്ന ഒരു സിമ്മാണ്. അപ്പം നമുക്കറിയാം ടെൽസ്ട്രയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും കവറേജുള്ള നെറ്റ്വർക്ക്. അത് കഴിഞ്ഞാൽ ഒപ്റ്റസിനാണ് ഏറ്റവും കവറേജ് നെറ്റ്വർക്ക്. ഏകദേശം ടെൽസ്ട്രയുമായിട്ട് ബീറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഏരിയയാണ് ഒപ്റ്റസ്. നമ്മളിപ്പോൾ ആപ്പിളും സാംസങ്ങും ഒക്കെ പറയുമ്പോൾ ഏകദേശം ഒരുപോലെ നിൽക്കുന്ന പോലെയാണ് ടെൽസ്ട്രയും ഒപ്റ്റസും നിൽക്കുന്നത്. അപ്പോൾ ഈ ടെൽസ്ട്രയുടെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പ്ലാനാണ് ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാനുണ്ട്. ഒപ്റ്റസിന് ഇതുപോലെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി പ്ലാനാണ് അമേസിം. അപ്പോൾ ഞാനൊക്കെ അമേസിം ഒത്തിരി നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ വളരെ നല്ലൊരു പ്ലാനായിട്ട് തോന്നിയതുകൊണ്ടാണ് അമേസിം എടുത്തത്. അതിൻ്റെ മന്ത് ടു മന്ത് പ്ലാനും ഉണ്ട്, ഇയർലി പ്ലാനും ഉണ്ട്. ഇയർലി പ്ലാൻ എടുത്താൽ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവാണ്. പക്ഷേ ഞാൻ ഇയർലി പ്ലാൻ ആദ്യമേ സ്റ്റുഡൻസിനോട് എടുക്കാൻ പറയില്ല. കാരണം നിങ്ങൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നെറ്റ്വർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഒരു ഇയർലി പ്ലാൻ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് മന്ത് എപ്പോഴും ട്രയലാണ്. സെക്കൻഡ് മന്ത് നിങ്ങൾ വേണേൽ ഇയർലി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തു. ഇയർലി പ്ലാൻ $200 മുതൽ $300 വരെ ആകും. പക്ഷേ അതാണ് കോസ്റ്റ് എഫക്റ്റീവ്. പിന്നെ നിങ്ങൾക്ക് ഡേറ്റ ഏത് വേണമെന്നൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യാം. ചിലവർക്ക് വീട്ടിൽ വൈഫൈ കാണില്ല, അപ്പോൾ കൂടുതൽ ഡേറ്റ വേണം അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ ഏകദേശം 1 മാസം സമയം മതി. അപ്പോൾ 1 മാസത്തേക്ക് നമുക്കൊരു ഇൻ്റർനാഷണൽ മിനിറ്റ്സ് ഉള്ള ഒരു പ്ലാൻ എടുക്കാം. അപ്പോൾ അതിനൊക്കെ നല്ലത് അമേസിമാണ്. ഇന്നലെ ഈ അമേസിമിൻ്റെ സിം നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടി. സാധാരണ $2 ആണ് നമുക്ക് ഈ സിം ഒരു വൂൾവർട്സ് അല്ലെങ്കിൽ കോൾസ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് മേടിക്കുമ്പോൾ വരുന്ന ചാർജ്. അപ്പോൾ ഞാൻ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അമേസിമിൻ്റെ കൗണ്ടറിൽ അത് ഫ്രീ ആയിട്ട് വെച്ചേക്കുന്ന കണ്ടു. ഞങ്ങളതിങ്ങ് എടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ ഈ അമേസിം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് ഗോ ഇൻടു ഇറ്റ്. അപ്പോൾ സിം ഉള്ളി സ്റ്റാർട്ടപ്പ് പാക്കാണ്. നമുക്കതിലേക്ക് പോകാം. ഇങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കുന്നു, ഇളക്കിയെടുത്തു. അപ്പോൾ ദാ സിം ഉള്ളി സ്റ്റാർട്ടർ പാക്കാണിത്. 3 സ്റ്റെപ്പേ ഉള്ളൂ. ബൈ ദി സിം, ആക്ടിവേറ്റ് ഇൻ മിനിറ്റ്സ്, ചൂസ് യുവർ പ്ലാൻ. അപ്പോൾ നമ്മൾ സിം മേടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് ആക്ടിവേറ്റ് ഇൻ മിനിറ്റ്സ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഫോണിൽ സാധാരണ പുതിയ ഫോണിലൊക്കെ നാനോ സിമ്മാണ്. 3 ടൈപ്പ് സിമ്മാണ് ഉള്ളത് അല്ലേ. ഫുൾ സിം ഉണ്ട്, മൈക്രോ സിം ആണെങ്കിൽ ഈ ഒരു സാധനം കൂടി ഇട്ട് അതിനകത്ത് ഇടുക. അപ്പം പണ്ടത്തെ ഫോൺ ഫുൾ സിം ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് മൈക്രോ വന്നു. ഇപ്പോൾ എല്ലാവരും നാനോ സിമ്മാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാനോ ഫോർമാറ്റിൽ അത് എടുത്തു. ആക്ടിവേറ്റ് ഇൻ മിനിറ്റ്സ്, ഡൗൺലോഡ് യുവർ ആപ്പ് ഓർ ഹെഡ് ഓൺലൈൻ. നമുക്കെപ്പോഴും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. നമുക്കപ്പോൾ അമേസിമിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഫോണൊന്ന് ഓണായി വരട്ടെ. ഓക്കെ, നമുക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അമേസിം നമുക്ക് ഇങ്ങനെ വന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ, ഇവിടെ ലൊക്കേഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ അക്കൗണ്ട്, കൺട്രി ആൻഡ് ഹിസ്റ്ററി, നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രി ഇന്ത്യ മാറ്റി അടുത്ത കൺട്രി ഇടണം. അപ്പോൾ അത് ചെയ്യുന്നത് സ്വിച്ച് ടു ഓസ്ട്രേലിയ പ്ലേ സ്റ്റോർ. കണ്ടിന്യൂ. ഓക്കെ, ഒരു കാർഡ് നമ്പർ വേണം. തൽക്കാലം ഞാൻ എൻ്റെ കാർഡ് ആഡ് ചെയ്യാം, കാരണം കാർഡ് ഇതുവരെ ആഡ് ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമായിരിക്കും. ഒരു സ്റ്റുഡൻറ്റ് കയറി വരുമ്പോൾ ഇങ്ങനെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ഒരു ട്രാവൽ കാർഡ് കൊണ്ടുവന്നിട്ട് ആ കാർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. തൽക്കാലം കാർഡില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യൻ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ വീണ്ടും കോംബാങ്കിൻ്റെ ഒക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് സ്വിച്ച് ചെയ്യേണ്ടി വരും. അന്നേരം നമുക്കൊരു കാർഡ് ആവശ്യമായിട്ടും വരും. തൽക്കാലം നമുക്ക് പ്രോസസ്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും സ്വിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓൾറെഡി ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ പുതുതാണെങ്കിൽ ഓൾറെഡി ഹാവ് എ സിം, നമ്മൾ ആ ഓപ്ഷനിലേക്ക് പോവുക. ഇനി ഇവർ പറയുന്നു സ്കാൻ യുവർ കോഡ്, ഇങ്ങനൊരു ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ സെറ്റിങ്സ് എനേബിൾ ചെയ്യണം. അപ്പോൾ സെറ്റിങ്സ് എനേബിൾ ചെയ്യുന്നത് പെർമിഷൻസിൽ ക്യാമറ എടുക്കുക, അലോ ഓൺലി വെൻ യൂസിങ് ദ ആപ്പ്, അത് കൊടുത്തു. സ്കാൻ ചെയ്യാൻ പറ്റും. വന്നിട്ടുണ്ട്. നെക്സ്റ്റ്. ഓക്കെ, സിം ഒള്ളി സ്റ്റാർട്ടർ പാക്ക്, ചൂസ് എ പ്ലാൻ. നമുക്ക് 4G പ്ലാൻസ് ഉണ്ട്, 5G പ്ലാൻസ് ഉണ്ട്. ഇത് 4G ഫോണാണോ 5G ഫോണാണോ അറിയില്ല. അപ്പോൾ 4G ഫോൺ മതിയായിരിക്കും നമുക്ക് തൽക്കാലം. 5G ആകുമ്പോഴത്തേക്കും റേറ്റ് കുറച്ചുകൂടെ കൂടുന്നുണ്ട്. $30 32 GB, $40 80 GB. ലോങ് എക്സ്പയറി പ്ലാൻസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷത്തെ പ്ലാനൊക്കെ. $240 365 ഡേയ്സിൻ്റെ ഉണ്ട്, $300 365 ഡേയ്സ്. ഡേറ്റ പ്ലാൻസ് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതെല്ലാം ഇതിൽ നിന്ന് തന്നെ റീചാർജ് ചെയ്യാം, എങ്ങും പോകണ്ട. ആയിട്ടില്ല. അപ്പോൾ 4G $22 28 ഡേയ്സ് ഉണ്ട്, 10 GB അൺലിമിറ്റഡ് ടോക്ക് ആൻഡ് ടെക്സ്റ്റ് ടൈം ഇൻ ഓസ്ട്രേലിയ. 4Gയുടെ കൂട്ടത്തിൽ ഈ പ്ലാൻ ഒന്ന് എടുത്ത് നോക്കാം. $22 28 ഡേയ്സ്, 10 GB ഡേറ്റ, അൺലിമിറ്റഡ് ടോക്ക് ആൻഡ് ടെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് കോൾ, SMS ആൻഡ് MMS ടു മൊബൈൽസ് ആൻഡ് ലാൻഡ് ലൈൻസ്. നമുക്ക് ഇൻ്റർനാഷണൽ മിനിറ്റ്സിനെ പറ്റി ഒന്നും പറയുന്നില്ല. നമുക്ക് ഇൻ്റർനാഷണൽ മിനിറ്റ്സ് ഉള്ള ഒരു പ്ലാൻ വേണം. ലോങ് എക്സ്പയറി പ്ലാനിനകത്ത് അത് ചിലപ്പോൾ കാണും. 5G പ്ലാൻ ഉണ്ട്, വിത്ത് ഇൻ്റർനാഷണൽ മിനിറ്റ്സിൻ്റെ ഒരു പ്ലാനുണ്ട്. അത് $30 28 ഡേയ്സ്, 32 GB 28 ഡേയ്സ്, ഏകദേശം 1 GB പെർ ഡേ ഉള്ളൊരു പ്ലാൻ അല്ലേ. വലിയ കുഴപ്പമില്ല. വൈഫൈ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാനിൻ്റെ ആവശ്യമുള്ളൂ. അതിൻ്റെ ഒരു ഗുണം ഇൻ്റർനാഷണൽ മിനിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇൻ്റർനാഷണൽ മിനിറ്റ്സ്, ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി എല്ലായിടത്തും ഉണ്ടെങ്കിലും നമുക്ക് ഡേറ്റ കുറവായതുകൊണ്ട്, നമുക്ക് ആദ്യം വീട്ടിൽ വിളിക്കുന്നത് കൂടുതലായതുകൊണ്ടും ഈ പ്ലാൻ വലിയ കുഴപ്പമില്ലാത്തൊരു പ്ലാനാണ്. $30 പ്ലാന്. അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ കാണാവേ. 28 കൺട്രീസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്ത്യ ഒബ്വിയസ്ലി ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ ഈ പ്ലാൻ അങ്ങ് ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഡേറ്റയുണ്ട്, അൺലിമിറ്റഡ് ടോക്ക് ആൻഡ് ടെക്സ്റ്റ് ഇൻസൈഡ് ഓസ്ട്രേലിയ, അൺലിമിറ്റഡ് ഇൻ്റർനാഷണലും ഉണ്ട്. എന്തുകൊണ്ട് ഇത് നല്ലൊരു പ്ലാനാണ്. ആദ്യം വരുമ്പോൾ ഹോംസിക്ക അല്ലാത്ത, അപ്പോൾ നമുക്ക് അതങ്ങോട്ട് എടുക്കാം. കീപ്പ് യുവർ നമ്പർ, വാട്ട്സ് യുവർ നമ്പർ, പിക്ക് എ ന്യൂ നമ്പർ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പിക്ക് എ ന്യൂ നമ്പറിന് കൊടുത്തിട്ട് ഓക്കെ, ഇനി ഞാൻ ഒരു നമ്പർ ഇതിനകത്ത് നോക്കി സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഒരു നമ്പർ ചൂസ് ചെയ്തു. ഫിസിക്കൽ സിം, ചൂസ് ഫിസിക്കൽ സിം. ഈ നമ്മൾ റെസിഡൻഷ്യൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്തു. അതും കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്രോംപ്റ്റ് വരും കേട്ടോ. ഏത് യൂണിറ്റ് ഏതാണ്, അഡ്രസ്സ്, സ്ട്രീറ്റ് അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ അതങ്ങോട്ട് കയറി വരും. അതിനുശേഷം നമുക്ക് ന്യൂ നമ്പർ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ശേഷം കൺഫേം ആൻഡ് പേ. നമുക്കതിനകത്ത് കൺഫേം ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. പ്രോസസ്സിംഗ് ഓർഡർ, പ്ലീസ് വെയിറ്റ് വൈൽ വി ആർ പ്രോസസ്സിംഗ് യുവർ ഓർഡർ, വാലിഡേറ്റിംഗ് യുവർ ഡീറ്റെയിൽസ്, സബ്മിറ്റിംഗ് യുവർ ഓർഡർ, ഗെറ്റിംഗ് യുവർ സിം റെഡി, ഫിനിഷിംഗ് അപ്പ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ. അമേസിങ്. ദിസ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. പുഷ് ഇറ്റ് റിയൽ ഗോട്ട് ഇറ്റ്, അലൗ സെൻഡിങ് നോട്ടിഫിക്കേഷൻസ്. നമ്മൾ അൺലിമിറ്റഡ് 32 GB ഒരു അടിപൊളി പ്ലാനാണ് എടുത്തിരിക്കുന്നത്. ആക്ടിവേറ്റ് യുവർ സിം, യു സ്റ്റാർട്ട് യൂസിങ് മൈ സിം. സിം ഇട്ടിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. അപ്പോൾ സിം ഇട്ടു, 2 സിമ്മും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിം ആക്ടിവേഷൻ പ്രക്രിയ സക്സസ്ഫുള്ളായിട്ട് ഫസ്റ്റ് ഗോയിൽ തന്നെ വിജയിച്ചു. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് എന്നും ചെയ്യുന്ന വർക്കല്ലല്ലോ, അതായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സ്റ്റക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു കാർഡ് വേണം, ഇൻ്റർനാഷണൽ ഒരു വിസ അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡ്, നിങ്ങൾക്ക് ക്രെഡിറ്റോ ഡെബിറ്റോ. ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ആദ്യമേ എബിക്സിൻ്റെ കാർഡോ അല്ലെങ്കിൽ HDFCയുടെ ഫോറക്സോ SBIയുടെ ഫോറക്സോ, അതിനകത്ത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആവണം. തോമസ് കുക്ക് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്.
ഏതുമായിക്കോട്ടെ ആ ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓപ്ഷൻ എനേബിൾ ചെയ്തുകൊണ്ട് ആ കാർഡുമായിട്ട് വന്നാൽ മിക്കവാറും അത് വർക്കാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടോ ഒരു ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ അവരുടെ കാർഡ് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഇതിനകത്ത് അമേസിമെൻ്റെ ആണ് എടുത്ത് ഏതാണോ ആ ആപ്പിനകത്ത് നിങ്ങളുടെ ഈ നമ്പറാണ് കൊടുത്തേക്കുന്നത്, ഈ കാർഡ് നമ്പറാണ് കൊടുത്തേക്കുന്നത്. എല്ലാ മാസവും ആ കാർഡിൽ നിന്നായിരിക്കും പൈസ ഡിഡക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, നിങ്ങൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് കിട്ടുമ്പോൾ ഇതിനകത്ത് കയറി ഈ കാർഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നത്തെ സ്റ്റെപ്പിൽ ഏത് നമ്പറാണോ ഓപ്റ്റ് ചെയ്ത് ആ നമ്പർ തന്നെ എഴുതി വെച്ചിട്ട് ആ നമ്പർ ഇതിനകത്ത് ഫീഡ് ചെയ്താൽ മതിയാവും. വേറൊരാളുടെ നമ്പർ കൊടുക്കണ്ട, അത് തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ 2 കേസും ട്രൈ ചെയ്ത് നോക്കി. അപ്പം സ്വന്തം നമ്പർ കൊടുക്കുന്നത് കൊണ്ട് കോൺടാക്ട് നമ്പറായിട്ട് വേറൊരാളുടെ നമ്പർ അതിനകത്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞൊരു ഫൂളിഷ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ എടുക്കുന്ന ആൾക്ക് വേറെ നമ്പർ, ഇപ്പോൾ ആദ്യത്തെ നമ്പർ എടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ ഞാൻ അതേ നമ്പർ തന്നെ എൻ്റർ ചെയ്തു. അപ്പോൾ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് സിം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓൺലി തിങ് ദാറ്റ് യു നീഡ് ഈസ് എ കാർഡ്. അപ്പോൾ ഇതിന് വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പ്ലേ സ്റ്റോർ സ്വിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇന്ത്യൻ പ്ലേ സ്റ്റോറിൽ വെച്ച് തന്നെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി. പക്ഷേ എല്ലാ ആപ്പുകളും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കൺട്രി റീജിയൻ സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്തൊരു കാർഡ് ആഡ് ചെയ്യേണ്ടിയും വരും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ സ്റ്റെപ്പ് ചെയ്യാഞ്ഞത്. കാരണം ആ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ സ്വന്തം കാർഡ് ആഡ് ചെയ്യുന്നതല്ലായിരിക്കും, നമ്മൾ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രേ ഉള്ളൂ. എനിവേ, ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്മിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.